പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് 64 യോഗിനീ ശക്തികളും ലളിതാംബികാദേവിയും എങ്ങനെ കൂടിച്ചേരുന്നു എന്നുള്ള വരികളാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി. ചതുഷ്ഷഷ്ടി അതായത് 64 കലകളുണ്ട് എന്ന് നമുക്ക് അറിയാം. ഈ 64 കലകളുടെയും യോഗിനിമാർ, കല എന്നുള്ളത് ഒരു പ്രകടനമാണെങ്കിലും അതിനുള്ള ഉള്ളിലേക്കൊരർത്ഥമുണ്ട് അല്ലേ. പെർഫോമൻസ് പുറത്താണ്, പ്രകടനം. എന്നാൽ ഉള്ളിൽ തുടിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിലേ ആ പ്രകടനമാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രകടനം വെറും പ്രഹസനമായി മാറും. ആ പ്രകടനം എന്ന് പറയുന്നത് എക്സൈലിംഗ് പോലെയാണ്, ശ്വാസം പുറത്തേക്ക്, എന്നാൽ ഉള്ളിലേക്ക് അതേ ശ്വാസം പോകണം. അതിനെയാണ് യോഗം എന്നുള്ളത്. ആ യോഗം തരുന്നത് ആരാണ്? യോഗിനീശ്വരിമാരാണ്. അതാണ് ഇവിടെ ചതുഷ്ഷഷ്ടി 64 ഉപചാരാഢ്യ. ഉപചാരം എന്നുള്ളത് കൃത്യമായ അർത്ഥങ്ങളും വളരെ ആഴത്തിലുള്ള ഒരു ചിട്ടകളുമുള്ള വാക്കാണ്. ഉപചാരം ചൊല്ലി പിരിയുക എന്ന് വയ്ക്കത്തഷ്ടമിക്കൊക്കെ പറയാറുണ്ട്. വയ്ക്കത്തഷ്ടമിക്ക് ഉദനാവർത്തപ്പനും മുത്തയെടുത്ത കാലമ്മയും വയ്ക്കത്തപ്പനും ഉപചാരം ചൊല്ലി തിരിഞ്ഞു പോകുന്നു പറയും. അതായത് ഉപചാരം എന്നുള്ളത് ഒരു രാജകീയ വാക്കായിട്ടാണ് ഇവിടെ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ രാജകീയം എന്നാൽ എല്ലാം ചേരുന്നത്, കോർത്തിണക്കി, ഒന്നും മിസ്സാവില്ല ഉപചാരത്തിൽ. ഉപചാരം ആചാരം എന്നത് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്. ഉപചാരം എന്നാലും അനുഷ്ഠാനം അതിലുണ്ടെങ്കിലും അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ശങ്കരാചാര്യർ കൃത്യമായിട്ട് അതിനു വേണ്ടി തന്നെ ഒരു സ്തോത്രം രചിച്ചിട്ടുണ്ട്. ലളിതാംബികയെ എങ്ങനെ ഉപചരിക്കണം, എങ്ങനെ 64 യോഗിനീശ്വരിമാരിലൂടെ ഉപചരിക്കണം എന്നുള്ളത് ചതുഷ്ഷഷ്ടി ഉപചാര സ്തോത്രം എന്ന് തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉപചാരം എന്നുള്ളത് പറയുമ്പോൾ ആഢ്യ എന്നുള്ളൊരു വാക്ക് ചേർക്കുന്നുണ്ട്. ഉപചാരാഢ്യ, നമ്മൾ ആഢ്യന്മാർ എന്ന് പറയുന്നത് ഒരു വേറൊരു സെൻസിലാണ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ ആഢ്യം എന്നാൽ ഉപചാരം ക്രമരൂപത്തിൽ ആചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കലയെയാണ് ആഢ്യം എന്ന് പറയുന്നത്. നമ്മൾ ആഢ്യത്വം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു ചിട്ടവട്ടം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു സദ്യ, ആ സദ്യ ഇല വിരിച്ച് കൃത്യമായ ഒരു രീതിയിലാണ് വിളമ്പുന്നത്, പന്തി ഭോജനം. അത് കലയാണ്. അതിനൊരു ചിട്ട ഉണ്ടല്ലോ, ഇന്ന കറി ഇവിടെ, ചോറ് ഇവിടെ, പായസം ഇവിടെ. ആ ആഢ്യത്വത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനാലാണ് സദ്യക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം, നമ്മൾ അന്നദാനത്തിന് പ്രാധാന്യം നൽകുന്നതും അതിനാലാണ്. കാരണം അത് ഉപചാരത്തിലുള്ളതാണ് അന്നദാനം. ചുമ്മാതെ ചോറ് കൊടുക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ അല്ല, ഫ്രീ മീൽസ് അല്ല. ഉപചാരത്തിൽ അടങ്ങിയതാണ് സദ്യ, അന്നദാനം. അതിനാലാണ് അതും ഇവിടെ പെടും. അതിൽ കലാരൂപങ്ങൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും, അതായത് വാദങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതും പെടും ഈ 64. അതുകൊണ്ടാണ് ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി. 64 കലകളും തന്നിൽ അടങ്ങുന്നു. മയി, മുൻപ് പറഞ്ഞതാണ് ആനന്ദമയി. ഈ കലകളെല്ലാം വിഭിന്നമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രകടനം. എന്നാൽ എല്ലാം ചേരുന്ന ഒരു നിമിഷവും ചേരുന്ന ഒരിടവുമുണ്ട്. സദ്യ പോലെ ഒരു ഇലയിലാണല്ലോ ഇതെല്ലാം വിളമ്പുന്നത്. അപ്പോൾ ആ ചേരലുണ്ട് ഇവിടെ. ആ ചേരലിനെയും ആ പ്രോസസ്സിനെയുമാണ് സദ്യ. അതിനാലാണ് സദ്യ വിളമ്പുക എന്ന് പറയുന്നത്. ഒരു കോർത്തിണക്കിയ ഒരു രൂപമുണ്ട്, ഒരു യോഗമുണ്ട് അവിടെ. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. മഹാ എന്നാൽ മഹത്തരമായത്, മഹത്വമുള്ളത്, ആഴമുള്ളത്. മഹാചതുഷ്ഷഷ്ടി കോടിയാണ്. മഹത്വമടങ്ങിയ 64 കോടി യോഗിനി. കോടി എന്നത് നമുക്ക് മുൻപും പറഞ്ഞ അർത്ഥമാണ്. കോടി എന്നാൽ കോടിക്കണക്കിന് എന്നുള്ളൊരർത്ഥവും എടുക്കാം. കോടി എന്നാൽ ഉച്ചകോടി, നമ്മൾ പറയാറുണ്ട് ഉച്ചകോടി, അതായത് സമ്മിറ്റ്, കൂടിച്ചേരൽ. ഒരു സമ്മിറ്റാണ് ഇവിടെ. ആരുടെ? യോഗിനിമാരുടെ. 64 കോടി യോഗിനിമാരും പുതിയ പുതിയ ഭാവങ്ങളിൽ, കോടി എന്നുള്ളത് പുതിയത്, നവം എന്നുള്ള അർത്ഥവും എടുക്കണം. അങ്ങനെ പുതിയ പുതിയ ഭാവങ്ങളിൽ ഒന്നിച്ചു ചേരുന്നു, സമ്മിത്താകുന്നു, അതായത് യോഗമാകുന്നു. എന്താണത്? ഗണസേവിത. ഗണങ്ങളായിട്ടാണ് സേവിക്കുന്നത് ലളിതാംബികയെ. എന്തിനാണ് ഗണം എന്ന് ഇവിടെ പറയുന്നത്? മുന്നിൽ ഗണം, ഗണപതി, ഗണങ്ങളുടെ പതി. അതായത്
അമ്മയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ യോഗിനിമാർ കൂടിയേ തീരുകയുള്ളൂ. എപ്രകാരമാണോ ഭൈരവൻ വീരത്തോടുകൂടി ഭയമില്ലാതാക്കി നമ്മളെ ഉപാസനയിൽ സാധനയിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ, വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ പരിശീലിപ്പിക്കുന്നത്, ആ ഭൈരവ തത്വത്തിന്റെ അതേ തത്വം തന്നെയാണ് ഇവിടെ യോഗിനിമാരും. യോഗിനി പൂജയോ യോഗിനിമാരെ വണങ്ങാതെയോ ലളിതാംബികയിലേക്ക് എത്താൻ സാധ്യം അല്ല. അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ വരികളിൽ ഉൾപ്പെടുത്തിയതും അതാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.